എടാ വൈശാഖ, നീ നാട്ടിൽ നിൽക്കുമ്പം പാചകമൊക്കെ അറിയായിരുന്നോ? ഇല്ല, ഒരു ചായ ഇടാൻ പോലും അറിഞ്ഞിടായിരുന്നു. പക്ഷെ എല്ലാരും എല്ലാം അറിഞ്ഞിരിക്കണമെന്നാണ് എന്റെ ഒരു ഇത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. ഇത് ഞാൻ പഠിച്ചത് ഒരു അങ്ങോട്ട് ചെന്ന് ചോദിച്ചൊരു ഷെഫിന്റെ അടുത്ത് ചെന്ന് ചോദിച്ച് ആരാധന കൊണ്ട് ചോദിച്ച് പഠിച്ചത്. എടാ വൈശാഖ, നീ നാട്ടിൽ നിൽക്കുമ്പം പാചകമൊക്കെ അറിയായിരുന്നോ? ഇല്ല, ഒരു ചായ ഇടാൻ പോലും അറിഞ്ഞിടായിരുന്നു. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അധികം അടുക്കളയിൽ കേട്ടാറില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്തു, ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ചു. പക്ഷെ ഞാൻ അമ്മയെ ബ്ലെയിം ചെയ്തതല്ല. അമ്മ സ്നേഹം കൊണ്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ മക്കള് അടുക്കളയിൽ കയറാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ എല്ലാരും എല്ലാം അറിഞ്ഞിരിക്കണമെന്നാണ് എന്റെ ഒരു ഇത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇവിടെ വന്ന് ഓരോന്നായിട്ട് പഠിച്ചു. പക്ഷെ ഈ റെസിപ്പി എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇത് ഞാൻ പഠിച്ചത് ഒരു അങ്ങോട്ട് ചെന്ന് ചോദിച്ചൊരു ഷെഫിന്റെ അടുത്ത് ചെന്ന് ചോദിച്ച് ആരാധന കൊണ്ട് ചോദിച്ച് പഠിച്ചതാണ്. എവിടെ? അത് ഞാൻ ബാംഗ്ലൂർ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് 2017 ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ചേച്ചി മെസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സുണ്ട്. അപ്പൊ അവിടെ ഈ എന്നും ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 7:30 നമ്മൾ പോകും. രാവിലെ അവിടെ ചെല്ലുമ്പോ ഉപ്പുമാവും മുട്ടക്കറിയും കിട്ടും. ഉപ്പുമാവും മുട്ടക്കറി, ഉപ്പുമാവും മുട്ട റോസ്റ്റും പപ്പടവും, അതാണ് അവിടുത്തെ കോമ്പിനേഷൻ. അപ്പൊ ഞാൻ ആ ഉപ്പുമാവ് കഴിച്ച് അഡ്മയർ ആയിട്ട് അവിടുത്തെ ഷെഫ് ഒരു മലയാളി ചേട്ടനാണ്. പുള്ളിക്കാരുടെ അടുത്ത് നിന്ന് ചോദിച്ച് പഠിച്ച റെസിപ്പിയാണ്. നാട്ടിലുണ്ടാകുന്ന പോലെയാണ്, പക്ഷെ നമ്മൾ കുറച്ചൊരു ചെറിയൊരു ഇംപ്രവൈസേഷൻ ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. ഓക്കെ, ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപ്പുമാവ് കഴിക്കാൻ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഇഞ്ചിയൊക്കെ അരിയുമ്പോൾ അതിന് പ്രത്യേക അളവൊക്കെ ഉണ്ട്. ഷാൻ ജിയോ പറയുന്ന പോലെ 2 ഇഞ്ച് കനത്തിലൊക്കെ അരിയണം. വൈശാഖ് പാചകത്തിന് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എണ്ണ ഒഴിച്ചു, ഒന്ന് എണ്ണ ചൂടായപ്പം കടുക് ഇട്ടു. പിന്നെ അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ ഇഞ്ചി കൊത്തിയരിഞ്ഞതും ഓണിയൻസ് കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങോട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടപ്പോഴത്തേക്കും അതിലോട്ട് ഫ്രോസൺ വെജിറ്റബിൾസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ് വരുന്നത് ഇട്ടിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒന്ന് പരുവപ്പെടുത്തിയെടുക്കുകയാണ്. വൈശാഖ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നൊരു സ്പെഷ്യലിസ്റ്റാണ്. ഇനിയാണ് ഇതിലെ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻസ്, ഒരു ചെറിയ പീസ് ബട്ടർ മുകളിൽ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കഴിഞ്ഞ വർഷം വൈശാഖിനെ കാണാൻ പോയപ്പം അവൻ ഈ ഉപ്പുമാവ് എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. അതുകൊണ്ട് ഈ വർഷം ഞാൻ ഡിമാൻഡ് ചെയ്ത് ചോദിച്ച് വാങ്ങിച്ചതാണ്. അടുത്ത എന്താ സ്റ്റെപ്പ്? അടുത്ത ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം. എന്നിട്ട് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ റവയിട്ട് കറക്കിക്കൊണ്ടേയിരിക്കണം. ഇതാണ് മെയിൻ സാധനം, ഈ ഉപ്പുമാവിന്റെ ആത്മാവ്, സോൾ ഓഫ് ദി സോൾട്ട് ബാറ്ററി. ഇത് പക്ഷെ അവിടെ നാട്ടിലെ ഞാൻ ഈ കണ്ട ഷെഫ് യൂസ് ചെയ്ത അവിടെ അങ്ങനെ എന്തോ സാധനമാണ്. നമ്മൾ നെയ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് വൺസ് ഇൻ 1 month ഒക്കെ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒന്ന് ചാവും. നീ എത്ര ആൾക്ക് ശേഷം ഇപ്പം ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഉപ്പുമാവ്? ഞാൻ ഇതുപോലെ മനസ്സറിഞ്ഞ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 1.5 വർഷമായി. ലാസ്റ്റ് നമ്മൾ മാഞ്ചസ്റ്ററിൽ പ്രിപ്പയർ ചെയ്തതാണ്. അല്ലാതെ ഉണ്ടാക്കും, പക്ഷെ നമ്മള് ബിസി
ഷെഡ്യൂളിൽ ഇത്രയും നിന്ന് സമയം എടുത്തുണ്ടാകാൻ പെട്ടെന്ന് ഉണ്ടാകും, തട്ടിക്കൂട്ട് പോകാറുണ്ടാകും. പക്ഷെ ഇത് ഒരു സമയമെടുത്ത് ടേസ്റ്റ് നോക്കി നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്, നെയ്യുടെ മണം വരുന്നുണ്ട്. റെഡി റെഡി. സെറ്റ്. ഉപ്പുമാവ് റെഡിയായി. ഉപ്പുമാവ് സൂപ്പർ സെറ്റപ്പ് ഉണ്ട്. നല്ല നല്ല നെയ്യുടെ മണം. ഇനി കുറച്ച് നീ പപ്പടം കാച്ചണം. ഡബിൾ ബോൾസിന്റെ പപ്പടം. ഗുരുവായൂർ പപ്പടം അന്വേഷിച്ചാണ് ഞങ്ങൾ പോയത്, പക്ഷെ കിട്ടിയില്ല. ഗുരുവായൂർ പപ്പടം ഉണ്ട് കുറച്ച് ബാക്കിയുണ്ട് പഴയതിന്റെ. ഗുരുവായൂർ പപ്പടം, മലബാർ ചോയ്സ് കമ്പനിയുടെ ഗുരുവായൂർ പപ്പടം. ഇനി പപ്പടം കാച്ചാം. ഓക്കെ. നമ്മള് പപ്പടം കാച്ചാനായിട്ട് വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഈ എണ്ണ പിന്നെ കമത്തേണ്, കോരി കമത്തേണ്. എണ്ണ ചൂടായി? ചൂടായാടെ ചൂടായണ്ണ. ഫ്ലോപ്പ് ആവണ വിഷയമില്ല, എണ്ണ ചൂട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉപ്പുമാവ്, പപ്പടം, പിന്നെ നമുക്ക് പഴമുണ്ട്. ഇത് കുറച്ച് പഞ്ചസാര അതിന് പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് വിതറാനായിട്ട് മാത്രം. ഓക്കെ, മതി 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 മതി. ആദ്യം സൂപ്പറായിട്ട് സംഭവം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സീ യു.